എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അഞ്ചാം ടെസ്റ്റിലെ രണ്ടാം ദിനമായ ഇന്ന് ആദ്യ സെഷനിൽ രോഹിത് ഗിൽ സഖ്യത്തിന്റെ ഒരു വെടിക്കെട്ട് പ്രകടനമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 135 റൺസ് എന്ന നിലയിൽ നിന്ന് രണ്ടാം ദിവസം തുടങ്ങിയ ഇന്ത്യ 60 ഓവറിനടുത്ത് പിന്നിട്ടപ്പോൾ 262 റൺസിലധികം എടുത്തിട്ടുണ്ട്. വിക്കറ്റ് നഷ്ടപ്പെടാതെ സെഞ്ചുറി നേടി രോഹിത്തും ശുഭ്മൻ ഗില്ലുമാണ് ഇപ്പോൾ ക്രീസിൽ. ഇന്നലെ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 218 റൺസിന് പുറത്തായിരുന്നു. ഇന്ത്യൻ സ്പിന്നർമാരായ കുൽദീപ് യാദവും രവിചന്ദ്രൻ അശ്വിനുമാണ് ഇംഗ്ലണ്ടിനെ മുട്ടുകുത്തിച്ചത്. കുൽദീപ് 5ഉം അശ്വിൻ 4ഉം രവീന്ദ്ര ജഡേജ 1ഉം വിക്കറ്റുകൾ നേടി. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. 4ാം ഓവറിൽ മാർക്വുഡിനെതിരെ ഒരു 4ഉം ഒരു 6ഉം നേടി ആക്രമണം തുടങ്ങിയത് രോഹിത് ആയിരുന്നെങ്കിലും അത് ജയ്സ്വാൾ അനുകരിച്ചു. 9ാം ഓവറിൽ ഷോയിബ് ബഷീറിനെതിരെ 3 6 നേടിയ ജയ്സ്വാൾ ക്രീസിൽ നിന്നിറങ്ങി അമിത ആത്മവിശ്വാസത്തിൽ ബാറ്റ് വീശിയപ്പോൾ വില കൊടുക്കേണ്ടി വന്നു. 5 4ഉം 3 6ഉം ഉൾപ്പെടെ 57-ലെത്തിയപ്പോൾ ബഷീറിന്റെ പന്തിൽ താരം സ്റ്റംപിൾ ആയി. തുടർന്ന് ക്രീസിൽ എത്തിയ ഗില്ലും രോഹിത്തും ചേർന്ന് ഇന്ത്യക്ക് വേണ്ടി മികച്ച ഒരു പാർട്ണർഷിപ്പ് പടുത്തുയർത്തി. 120 റൺസ് ആണ് ഇരുവരും കൂട്ടിച്ചേർത്തത്. ഒരു വിക്കറ്റ് നഷ്ടത്തിൽ തന്നെ ഇന്ത്യ വമ്പൻ ലീഡ് നേടിയിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ 300+ ലീഡ് എന്തായാലും ഇന്ത്യ നേടുമെന്ന് ഉറപ്പാണ്. കാരണം പടിക്കൽ, സർഫറാസ്, ജുറേൽ തുടങ്ങി താരങ്ങൾ ബാറ്റിംഗിന് ഇറങ്ങാൻ ഉണ്ട്. 5ാം ടെസ്റ്റിന്റെ ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ ഇംഗ്ലണ്ട് നാണം കെട്ടു എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.